മധ്യപൂർവേഷ്യയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത റഷ്യ എല്ലാവരും ശത്രുത അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധ സാഹചര്യം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ. അമേരിക്കയും ഇറാനും ഉടൻ ചർച്ചകൾ ആരംഭിക്കണമെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയും ആവശ്യപ്പെട്ടു. സുഹൈൽ മുഹമ്മദ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സുഹൈൽ, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ്. നിലവിൽ ഇതാ ചില ഇടങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ അത്തരം ഏതെങ്കിലുമൊക്കെ സാധ്യതകൾക്ക് അതിവിദൂരമല്ലാത്ത സാധ്യതകൾ ഉണ്ടാകുന്നു എന്നാണോ കരുതേണ്ടത്? അങ്ങനെ പൂർണ്ണമായി പറയാനാകില്ലെങ്കിലും കാറ്റ് വിധിച്ച് കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് ഇത് ഇതേപടി തുടർന്നു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നിവിടെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നടത്തുന്ന കനത്ത ആക്രമണത്തിൽ ഇപ്പോൾ ഖത്തർ LNG പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുന്നു. അത് യൂറോപ്പ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ നാച്ചുറൽ ഗ്യാസിന് യൂറോപ്പിന്റെ ഏറ്റവും വലിയ ബാക്കപ്പ് കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് യൂറോപ്പ് സ്വീകരിക്കുന്ന രാജ്യം ഖത്തറാണ്. ഖത്തറിൽ ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണത്തെ അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്ന മട്ടിൽ തൽക്കാലം LNG പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനത്തെടുക്കുമ്പോൾ അത് സ്വാഭാവികമായി നാച്ചുറൽ ഗ്യാസ് ക്ഷാമം ഉണ്ടാക്കും. അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ തുടരുന്ന അനിശ്ചിതത്വം ഈ പറയുന്ന ഓയിൽ എക്സ്പോർട്ടിനെ വലിയ രീതിയിൽ ബാധിക്കും. മനുഷ്യന് വെള്ളവും ഭക്ഷണം എന്ന കണക്കിന് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ ഏറ്റവും അനിവാര്യമായ ഘടകം ഫ്യൂവലാണ്, ഇന്ധനമാണ്, ഊർജ്ജമാണ്. ഈ ഇന്ധനത്തിലും ഊർജ്ജത്തിലും കോട്ടം തട്ടുമ്പോൾ ആ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വലിയ രീതിയിൽ കോട്ടം തട്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണം മധ്യപൂർവേഷ്യയിൽ തുടരുമ്പോൾ ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും അടക്കമുള്ള ഊർജ്ജത്തിന്റെ സപ്ലൈക്ക് വലിയ കോട്ടം തട്ടുമ്പോൾ അത് സ്വാഭാവികമായി വലിയ കോൺസിക്വൻസ് ഉണ്ടാക്കും, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ പ്രത്യാഘാതങ്ങൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അതിജീവിച്ച് പല രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല. പ്രത്യേകിച്ച് വ്യാപാരധിഷ്ഠിതമായ ഒരു ലോകത്ത്, എല്ലാ രാജ്യങ്ങളും പരസ്പരം ഇന്റർ കണക്റ്റഡായ ലോകത്ത് 5-6 രാജ്യങ്ങൾ മാത്രം നിൽക്കുന്ന യുദ്ധമുഖത്ത് ആ രാജ്യങ്ങൾ മാത്രമാണ് യുദ്ധത്തിന് പ്രത്യാഘാതം ഉണ്ടാകുക എന്ന് നമുക്ക് അനുമാനിക്കാൻ വയ്യ. കാരണം അതിനും അപ്പുറത്തേക്ക് ഗ്ലോബൽ ഒരു പ്രത്യാഘാതം ഉണ്ടാകും. ആ പ്രത്യാഘാതം പതിയെ പതിയെ ബാധിച്ചു തുടങ്ങുന്നു. നമുക്കറിയുന്ന പോലെ തന്നെ ബാരലിനൊക്കെ 10% ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നത്. ഇതേപടി തുടർന്നാൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഇതിൽ ഉയരും. ഈ ഉയരുന്നതനുസരിച്ച് പണപ്പെരുപ്പം കൂടും. ഇതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് കൂട്ടും. അത് ഓരോ രാജ്യത്തും പല രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രയേലും അമേരിക്കയും മാത്രം നിന്നിരുന്ന പോർമുഖത്ത്, മിഡിൽ ഈസ്റ്റിനെ മാത്രം വലിച്ചീച്ച് ചെയ്ത പോർമുഖത്തേക്ക് ആഗോള സമൂഹത്തേക്ക് കൂടി വളരെ വൈകാതെ തന്നെ അതിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഡയറക്റ്റായ ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിലേക്കല്ല, അതിനപ്പുറത്തേക്ക് എക്കണോമിക്കൽ കോൺസിക്വൻസ് കൊണ്ട് അവരെയും സാരമായി ഇതൊക്കെ ബാധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. അത് തന്നെയാണ് 48 മണിക്കൂർ പിന്നിടുമ്പോൾ യൂറോപ്യൻ യൂണിയൻ അടക്കം, റഷ്യ അടക്കം അഡമന്റ് സ്റ്റാൻഡ് എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, പലപ്പോഴും യുദ്ധം ചർച്ചയിലൂടെ അവസാനിപ്പിക്കണമെന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും പല ഘട്ടങ്ങളും ലോകരാജ്യങ്ങൾ പക്ഷം പിടിക്കുന്നൊരു സന്ദർഭം കൂടി സംജാതമായി വരുന്നുണ്ട്. ഏറ്റവും ഒടുക്കം ചൈന ഇറാന് പൂർണ്ണമായ ഒരു പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇറാന്റെ പരമാധികാരത്തെ സംരക്ഷിക്കാൻ ചൈന ആവശ്യമെങ്കിൽ സഹായിക്കും, ഇടപെടുന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരുമ്പോൾ അത് വലിയൊരു യുദ്ധമുഖം തുറക്കുമോ എന്ന ആശങ്ക ആഗോളതലത്തിൽ ഉണ്ട്. അസിത, ഓക്കെ, സുഹൈൽ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ചില പിന്തുണകൾ ചില കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് സുഹൈൽ പറഞ്ഞതുപോലെ തന്നെ ഈ യുദ്ധമുഖത്ത് ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.